ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ലേറ്റായി പോയി. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചു. അതിൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട. നമ്മുടെ കല്യാണത്തിൻ്റെ കുറച്ച് നല്ല വീഡിയോസാണ് കേട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എടപ്പാൾ ഗോൾഡൻ ടവറിൽ വെച്ചിട്ടായിരുന്നു താലികെട്ടും കാര്യങ്ങളൊക്കെ. നേരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഞാനും ചേച്ചിയും മക്കളും ഒക്കെ കൂടിയിട്ടാണ് പോയത്. അമ്മയും അച്ഛനും കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെന്തായാലും റെഡി ആയിട്ടൊക്കെ ഇറങ്ങാൻ ലേറ്റാവുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവരാദ്യം പോയി, ഞങ്ങൾ പിന്നെയാണ് പോയത്. എന്നാലും ഞങ്ങൾ നേരത്തെ തന്നെ ആയിരുന്നു കേട്ടോ എത്തിയത്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഷിബു എന്താ പറയുക മാമനും കുടുംബവും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതായത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഉണ്ടോ, മുണ്ടും ഷർട്ടും കേട്ടോ അവനിന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവന് മുണ്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒരു ഷർട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കി കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ നന്ദു, അമ്മു, ചേച്ചി, കാശു എല്ലാവരും റെഡിയാണ്. എത്തിയ സമയത്ത് എന്താ പറയുക കല്യാണ ചെക്കൻ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. അപ്പോൾ പുറത്ത് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, ഉള്ളിലോട്ട് പോയി. അപ്പോൾ എന്താ പറയുക മുഹൂർത്തത്തിൻ്റെ ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ചെന്ന സമയത്ത് തന്നെ കല്യാണപ്പെണ്ണും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ദേവിക എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളിനെയും കണ്ടു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് മുഹൂർത്തത്തിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലോട്ട് പോയത്. പിന്നെ ഉള്ളിലോട്ട് കയറാൻ ഇപ്പോൾ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ പറയും, അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ.
അങ്ങനെ താലികെട്ടും കല്യാണവും ഫോട്ടോ എടുക്കലും ഒക്കെ തകൃതിയായിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞേട്ടാ. അവരവിടെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഫോട്ടോ എടുക്കലായിരിക്കും. അപ്പോൾ അതവിടെ നടക്കട്ടെ. ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല സദ്യയായിരുന്നു. നല്ല 2 തരം പായസമൊക്കെ ആയിട്ട് നല്ല സദ്യയായിരുന്നു. കുഞ്ഞിനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് എന്തായാലും ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ല, കാരണം കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആദ്യം അവരെ നോക്കണമല്ലോ. എന്നാലും സദ്യയൊക്കെ കഴിച്ച് നമ്മൾ ഫാമിലി ഫോട്ടോസാണത്. അത് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു കേട്ടോ. പിന്നെ റിസപ്ഷൻ്റെ ടൈം 4 to 7 o'clock ആണ്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അക്ബർ ഓഡിറ്റോറിയത്തിലോട്ട് എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ വൈകിട്ട് റെഡിയായിട്ട് നേരെ അക്ബർ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ 2 പേരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴേക്കും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, മാമനും ഹാപ്പിയാണ്. മാമൻ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കൽ, ക്ഷീണം വന്ന് തുടങ്ങിയിരിക്കുന്നു പെണ്ണിനും ചെക്കനൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി അവർ ഫുള്ളി പ്രിപ്പയർഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. വലിയ തിരക്ക് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെയും നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നന്നായി കഴിച്ചു. കുറേ ആളുകളെ കണ്ടു. അതുപോലെ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ കുറേ പേരെ കണ്ടു. കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് വീഡിയോ എടുക്കുമ്പോൾ കണ്ണിങ്ങനെ തുറന്നു പിടിക്കുന്നത്? അപ്പോൾ അമ്മ അറിയാണ്, അമ്മയ്ക്ക് അതിൽ കണ്ണ് തുറക്കാത്ത പോലെ തോന്നുന്നു അത്ര വീഡിയോയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ. എനിവേയ്സ് ഹാപ്പി മാരീഡ് ലൈഫ് ഷിപ്പു ആൻഡ് ദേവിക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. Thank you.